ഓക്കെ, ഇനി നമ്മുടെ അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് ടോപ്പിക് പ്രോജക്റ്റ് പ്ലാനിംഗ് ആണ്. പ്രോജക്റ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫേസ് നടക്കുന്നത് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോജക്റ്റ് പ്ലാനിങ് ചെയ്യുക. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാമെന്നൊക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷം ആ പ്രൊജക്റ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. അതാണ് പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ചെയ്യാം. അപ്പോൾ പ്രൊജക്റ്റ് പ്ലാനിങ് ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് പാരാമീറ്റേഴ്സാണ്. അതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പ്രോജക്റ്റ് സൈസ്, കോസ്റ്റ്, ഡ്യൂറേഷൻ, എഫേർട്ട്. പ്രോജക്റ്റ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം പ്രോജക്റ്റിൻ്റെ കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാണ്. എന്തിൻ്റെ ബേസിലാണ്? ടൈമും എഫേർട്ടും ടൈമും. എത്ര എഫേർട്ട് എടുക്കണം, എത്ര ടൈം ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം, അതിൻ്റെയൊക്കെ ബേസിലാണ് പ്രോജക്റ്റ് സൈസ് മെഷർ ചെയ്യുക. പിന്നെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാരാമീറ്ററാണ് കോസ്റ്റ്. കോസ്റ്റ് മെഷർ ചെയ്യും. കോസ്റ്റ് എന്തിനാണ്? എത്ര എമൗണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടത്, അതാണ് കോസ്റ്റ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡാണ് ഡ്യൂറേഷൻ. പിന്നെ എഫേർട്ട് എന്ന് പറയുന്നത് എത്ര എഫേർട്ട് ഈ പ്രോജക്റ്റിൽ കൊടുക്കണം എന്നാലാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുക. എഫേർട്ട് മെയിനായിട്ട് കോംപ്ലക്സിറ്റി നോക്കിയിട്ടൊക്കെയാണ്. പ്രോജക്റ്റിൻ്റെ കോംപ്ലക്സിറ്റിയാണ് അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് ആദ്യം പ്ലാനിങ്ങിൽ എസ്റ്റിമേറ്റ് ചെയ്യണം. പ്രോജക്റ്റ് സൈസ്, കോസ്റ്റ്, ഡ്യൂറേഷൻ ആൻഡ് എഫേർട്ട്. നെക്സ്റ്റ് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്നത് ഷെഡ്യൂളിംഗ് മാൻ പവർ ആൻഡ് അതർ റിസോഴ്സസ്. മാൻ പവർ അറിയാമല്ലോ, എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്തിട്ടാണ് ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ മാൻ പവറൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ എന്തൊക്കെ റിസോഴ്സുകൾ ആ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യണം, അതർ റിസോഴ്സുകൾ എന്തൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ സ്റ്റാഫിനെ ഓർഗനൈസ് ചെയ്യുക, സ്റ്റാഫിനെ പ്ലാൻ ചെയ്യുക, റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രോജക്റ്റ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. എന്തൊക്കെ റിസ്ക് ഈ പ്രോജക്റ്റിൽ വരാം, അപ്പോൾ അത് അനാലിസിസ് ചെയ്ത് നോക്കാനുള്ള സ്റ്റെപ്സൊക്കെ നോക്കുക. അതൊക്കെയാണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അനാലിസിസിൽ പറയുന്നത്. ദെൻ മിസ്ലേനിയസ് പ്ലാൻസ് സച്ച് ആസ് ക്വാളിറ്റി അഷ്യൂറൻസ്. ക്വാളിറ്റി, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി പ്ലാൻ ചെയ്യാം. എത്ര ക്വാളിറ്റിയുള്ള പ്രോജക്റ്റ് ആയിരിക്കണം. അതുപോലെ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് അത് പ്ലാൻ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ പ്രോജക്റ്റ് സൈസ്, കോസ്റ്റ്, ഡ്യൂറേഷൻ ആൻഡ് എഫേർട്ട്, ഈ പറഞ്ഞ പാരാമീറ്റേഴ്സൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓരോ പ്രൊജക്റ്റിനും ഇത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് തന്ന പ്രൊജക്റ്റ് എന്താണോ ആ പ്രൊജക്റ്റിൻ്റെ സൈസ്, കോസ്റ്റ്, ഡ്യൂറേഷൻ, എഫേർട്ടൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക. ദെൻ പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്ന അടുത്ത സ്റ്റെപ്പ് ഷെഡ്യൂളിംഗ് മാൻ പവർ ആൻഡ് അതർ റിസോഴ്സസ്, ദെൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ, റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ ക്വാളിറ്റി അഷ്യൂറൻസ് പ്ലാൻ ആൻഡ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് എഫേർട്ട് എസ്റ്റിമേഷനാണ്. അപ്പോൾ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ കോംപ്ലക്സിറ്റിയുടെ മെഷറാണ് എന്ത് എഫേർട്ട് എന്ന് പറയുന്നത്. എഫേർട്ട് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുക? നല്ല കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നന്നായി ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത റിക്വയർമെൻറ്റ്സ് നിന്നാണ് എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുക. ഒക്കെ നമ്മൾ ആ റിക്വയർമെൻറ്റ്സിൻ്റെ അനാലിസിസ് ബേസിലാണ് നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ആ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ടാണ് എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫേർട്ടൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ്, അതുപോലെ ഗോൾസൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സോഫ്റ്റ്വെയറിൻ്റെ എഫേർട്ട് എസ്റ്റിമേഷനിൽ വരുന്നത്. അപ്പോൾ നല്ല റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി നന്നായിട്ട് എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ അക്യുറസി വിത്ത് വിച്ച് എഫേർട്ട് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ക്ലിയർലി ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ എബൌട്ട് ദ പ്രൊജക്റ്റ്. അപ്പോൾ ലെവൽ ഓഫ് ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുക? പ്രൊജക്റ്റിൻ്റെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്നാണ് കിട്ടുക. ദെൻ എഫേർട്ട് എസ്റ്റിമേഷനിൽ വരുന്നത് പ്രോജക്റ്റിൻ്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രോജക്റ്റിൻ്റെ സൈസ്, അതുപോലെ കോംപ്ലക്സിറ്റിയൊക്കെ നോക്കിയിട്ടാണല്ലോ എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് പ്രോജക്റ്റിൻ്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രോജക്റ്റിൻ്റെ പാരാമീറ്റേഴ്സിൽ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ സൈസ്, കോസ്റ്റ്, എഫേർട്ട്, ഡ്യൂറേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ സൈസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. 2 മെട്രിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം. ലൈൻസ് ഓഫ് കോഡ് ആൻഡ് ഫങ്ഷൻ പോയിൻ്റ്. ലൈൻസ് ഓഫ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
LOC ഷോർട്ടായിട്ട് പറയാം LOC. ലൈൻസ് ഓഫ് കോഡിൽ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്ന നമ്പർ ഓഫ് ലൈൻസിനെ കൗണ്ട് ചെയ്യുന്നതാണ്, ഇൻസ്ട്രക്ഷൻസിൻ്റെ കൗണ്ടാണ് ലൈൻസ് ഓഫ് കോഡ്. ഓരോ സോഫ്റ്റ്വെയറിലും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൗണ്ട്. അപ്പോൾ ലൈൻസ് ഓഫ് കോഡിന് എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിൻ്റെ കൗണ്ടാണ് ലൈൻസ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ് അനാലിസിസ് സ്പെസിഫിക്കേഷൻ ഫേസിൻ്റെ ഔട്ട്പുട്ട് നോക്കിയിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അതിൽ നിന്നൊരു അസംഷനിലെത്തും. ഇത്ര വലിയ മൊഡ്യൂൾസ് വേണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെയൊക്കെ ബേസിലാണ് എത്ര ലൈൻസ് ഓഫ് കോഡ് ഓരോ മൊഡ്യൂളിൽ എത്ര വരാം എന്നുവെച്ചാൽ പ്രീവിയസ് പ്രോജക്റ്റിലെ എക്സ്പീരിയൻസ്, ഒരുപാട് പ്രീവിയസ് പ്രോജക്റ്റ് ചെയ്തവരായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ നമ്മുടെ പ്രോജക്റ്റിൽ എത്ര ഓരോ മൊഡ്യൂളിൽ എത്ര കോഡ് വരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ, അതാണ് ലൈൻസ് ഓഫ് കോഡ്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ പോയിട്ട് നമ്മളെ കോഡ് നോക്കില്ല. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്, റിക്വയർമെൻറ്റ് ഫേസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്നിട്ടാണ് പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് മുന്നേ നടക്കുന്ന ഫേസാണല്ലോ പ്ലാനിങ്. അപ്പോൾ കോഡ് എഴുതാതെ തന്നെ കോഡിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയാണ് ലൈൻസ് ഓഫ് കോഡിൽ വരുന്നത്. പിന്നെ ലൈൻസ് ഓഫ് കോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോജക്റ്റിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂൾസിനെയും പിന്നെയും സബ് മൊഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ മൊഡ്യൂളിലും സെപ്പറേറ്റ് എത്ര ഇൻസ്ട്രക്ഷൻസ് വരും അതിൻ്റെയൊക്കെ കൗണ്ട് എടുത്തിട്ട് ടോട്ടൽ കൗണ്ട് സമ്മറൈസ് ചെയ്തിട്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലൈൻസ് ഓഫ് കോഡിൻ്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് LOC. LOCക്ക് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന് എന്തൊക്കെയാണ്? LOC ഈസ് എ മെഷർ ഓഫ് കോഡിങ് ആക്ടിവിറ്റി എലോൺ. എന്നുവെച്ചാൽ കോഡിങ് ആക്ടിവിറ്റിയുടെ മെഷറാണ് LOC എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് തന്നെ കൗണ്ട് ചെയ്തെടുക്കണം. ദെൻ LOC കൗണ്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം തന്നെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലേ. ഒരെണ്ണത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റും, അടുത്തതിലും ഇതേപോലെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ 2 പ്രോഗ്രാമിലും LOCയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഒരെണ്ണത്തിൽ കുറവായിരിക്കാം, ഒരെണ്ണത്തിൽ കൂടുതലായിരിക്കാം. അപ്പോൾ LOC കൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും ലെങ്ത് അനുസരിച്ചിട്ടാണ് LOCയുടെ കൗണ്ട്. ദെൻ LOC മെഷർ കോറിലേറ്റ്സ് പോർലി വിത്ത് ദ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി കോഡ്. കോഡിൻ്റെ എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് LOCയുടെ എന്നുവെച്ചാൽ ക്വാളിറ്റീനെ എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല LOC മെഷർ ചെയ്യുന്നത്. നമ്മൾ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ടാണ് LOC മെഷർ ചെയ്യുന്നത്. പിന്നെ LOC എന്ന് പറയുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും കോഡിൻ്റെ യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ LOC മെട്രിക് മെഷേഴ്സ് ദ ലെക്സിക്കൽ കോംപ്ലക്സിറ്റി. ഒരു പ്രോഗ്രാമിൻ്റെ ലെക്സിക്കൽ കോംപ്ലക്സിറ്റിയാണ് LOC മെഷർ ചെയ്യുന്നത്, ലോജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി അല്ല. നമ്മൾ എങ്ങനെയാണ് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ അതല്ലല്ലോ നോക്കുന്നത്, ജസ്റ്റ് അതിൻ്റെ എത്ര നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് വരാം, അങ്ങനെ ലെക്സിക്കൽ കോംപ്ലക്സിറ്റി മാത്രമാണ് നമ്മൾ LOCയിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഷോർട്ട് കമ്മിങ് എന്ന് ഇതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അക്യുറേറ്റ്ലി എസ്റ്റിമേറ്റ് LOC ഓഫ് ദി ഫൈനൽ പ്രോഗ്രാം ഫ്രം പ്രോബ്ലം സ്പെസിഫിക്കേഷൻ. നമ്മൾ എവിടെ നിന്നാണ് LOC കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടാണ് ഓരോ മൊഡ്യൂളിലും ഇത്ര കോഡ് വരാം എന്നുള്ളൊരു അസംഷനിലാണ് LOC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല അല്ലേ. ഡയറക്റ്റ് പ്രോഗ്രാം എഴുതിയിട്ട് കോഡിങ് ചെയ്തതിന് ശേഷം എടുക്കുന്ന കൗണ്ടും റിക്വയർമെൻറ്റ്സ് നോക്കി ഒരു കോഡ് ഇങ്ങനെ ഇത്രയും ലെങ്ത്ത് വരാമെന്ന് മെഷർ ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇപ്പോൾ 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് പ്രോജക്റ്റിൻ്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ. ഒന്ന് LOC ആണ് ലൈൻസ് ഓഫ് കോഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫംഗ്ഷൻ പോയിൻ്റ് ആണ്. The conceptual idea behind the function point matrix is the following. The size of a software product is directly dependent on the number of different high-level functions or features it support. അവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോജക്റ്റിൽ എത്ര നമ്പർ ഓഫ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കൗണ്ട് അല്ലെങ്കിൽ മെഷറാണ് ഫംഗ്ഷൻ പോയിൻ്റ് മെട്രിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ LOCയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, എത്ര ലൈൻസ് ഓഫ് കോഡ് ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്തിട്ടാണ് പ്രോജക്റ്റിൻ്റെ സൈസ് മെഷർ ചെയ്തത്. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു പ്രോജക്റ്റിൽ ഒത്തിരി ഫീച്ചേഴ്സ് യൂസ് ചെയ്യുക അല്ലേ, ആ ഫീച്ചേഴ്സിൻ്റെ എല്ലാം
എന്താ ആ ഫീച്ചേഴ്സ് എല്ലാം കൂടി നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ എത്ര ഫങ്ഷൻസ്, ഹൈ ലെവൽ ഫങ്ഷൻസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാം ഒരു മെഷറാണ് ഫങ്ഷൻ പോയിൻ്റ് മെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ പോയിൻ്റ് മെട്രിക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസിങ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ഇൻ ഇറ്റ്സ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇവിടെ മെഷർ ചെയ്യും. എത്ര ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഇൻ്റർഫേസുകൾ എത്ര എണ്ണം വരുന്നുണ്ട്, എത്ര ഇൻപുട്സ് വരുന്നുണ്ട്, എത്ര ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്, അങ്ങനത്തെ അതിൻ്റെയൊക്കെ മെഷറാണ് എന്ത് ഫങ്ഷൻ പോയിൻ്റ് മെട്രിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷൻ പോയിൻ്റ് മെട്രിക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻ്റ്. അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻ്റ് ആദ്യം മെഷർ ചെയ്യണം. അതൊരു ഹ്യൂറിസ്റ്റിക് എക്സ്പ്രഷനാണ്. അതെന്താണെന്ന് ഞാൻ പറയാം, എക്സാമ്പിളുണ്ട്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് എക്സ്പ്രഷൻ വെച്ചിട്ട് അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻ്റ് മെഷർ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് റിഫൈൻ UFP to reflect actual complexity of the different parameters used in UFP computation. അപ്പോൾ കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓരോ പാരാമീറ്റേഴ്സിൻ്റെയും കോംപ്ലക്സിറ്റി ഓരോ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ UFPനെ അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻ്റിനെ റിഫൈൻ ചെയ്യണം. ദെൻ കമ്പ്യൂട്ട് FB ബൈ ഫർദർ റിഫൈനിങ് UFP. അതിൽ നിന്ന് വേണം ഫങ്ഷൻ പോയിൻ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനാണ് ഇത് ജനറേറ്റ് ചെയ്ത ആൾ ആൽബർട്ട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ആളാണ് ഇതിനുള്ള ഇക്വേഷൻ ജനറേറ്റ് ചെയ്തത്. UFP ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻപുട്സ് ഇൻറ്റു 4 പ്ലസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഇൻറ്റു 5 പ്ലസ് നമ്പർ ഓഫ് ഇൻക്വയറീസ് ഇൻറ്റു 4 പ്ലസ് നമ്പർ ഓഫ് ഫയൽസ് ഇൻറ്റു 10 പ്ലസ് നമ്പർ ഓഫ് ഇൻ്റർഫേസസ് ഇൻറ്റു 10. ഇത്രയാണ് അതിലെന്താ പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ ഒന്നിച്ച് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ എത്ര ഇൻപുട്സ് അതിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ഒറ്റ ഇൻപുട്ടായി കൺസിഡർ ചെയ്യും. അതേ ഇൻറ്റു ഒരു വെയ്റ്റഡ് വാല്യൂ 4. അത് ആ ഇക്വേഷനിൽ അങ്ങനെയാണ് പറയുന്നത്. ആ സയൻറ്റിസ്റ്റ് അങ്ങനെയാണ് ഇക്വേഷൻ വാലുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഇൻപുട്സ് ഉണ്ട് അതിനെ ഒന്നായി കൺസിഡർ ചെയ്തിട്ട് അതേ ഇൻറ്റു 4, ഒരു വെയ്റ്റഡ് വാല്യൂ ആണ് 4. ദെൻ എത്ര നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഉണ്ട് അതേ ഇൻറ്റു 5. ദെൻ നമ്പർ ഓഫ് ഇൻക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോജക്റ്റിലും സോഫ്റ്റ്വെയറിൻ്റെ കൊറീസ് കമാൻഡ് യൂസർ കൊറീസ് കൊടുക്കും. ആ കൊറീസ് എത്ര ഉണ്ട് അതിനെ ഒരു കൗണ്ടാക്കിയെടുത്ത് അതേ ഇൻറ്റു 4 പ്ലസ് നമ്പർ ഓഫ് ഫയൽസ്, സോഫ്റ്റ്വെയറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ് യൂസ് ചെയ്യാം, ആ നമ്പർ ഓഫ് ഫയൽസ് ഇൻറ്റു 10 പ്ലസ് നമ്പർ ഓഫ് ഇൻ്റർഫേസസ്. ഒരു സോഫ്റ്റ്വെയർ തന്നെ വേറെ ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫീച്ചറുമായിട്ട് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എത്ര ഫീച്ചേഴ്സുമായിട്ട് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ എത്ര നമ്പർ ഓഫ് ഇൻ്റർഫേസസ് ഉണ്ട് അതേ ഇൻറ്റു 10. ഇത്രയാണ് എന്ത് അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻറ്റിൻ്റെ വാല്യൂ. ഈ അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷൻ പോയിൻറ്റിൻ്റെ വാല്യൂ എന്നാണ് ഫങ്ഷൻ പോയിൻറ്റ് മെട്രിക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഫോർമുല. അപ്പോൾ ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തരാം. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റിലേറ്റഡ് ഇൻപുട്ട്സ് ആണ്. അത് കൗണ്ട് ചെയ്യുന്നത് ഒരു ഇൻപുട്ടായിട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിലേറ്റഡ് ഔട്ട്പുട്ട്സ് ആണ്. ദാറ്റ് ഈസ് കൗണ്ടഡ് ആസ് വൺ ഔട്ട്പുട്ട്. ഇൻക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് യൂസർ കൊറി, ഓരോ യൂസർ കൊടുക്കുന്ന കൊറി കൗണ്ട് ചെയ്യും. ദെൻ ഫയൽസ് ആർ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ആൻഡ് ദസ് ക്യാൻ ബി ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓർ ഫിസിക്കൽ ഫയൽസ് എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ഫയൽസ് ആവാം. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ടു അതർ സിസ്റ്റം അല്ലേ. ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്ത് വേണം, ഇൻ്റർഫേസ് വേണം അല്ലേ. എന്തെങ്കിലും ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫീച്ചറിൻ്റെയും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെയും ബിറ്റ്വീനിൽ ഇൻ്റർഫേസ് വേണം. അപ്പോൾ അത്രയൊക്കെയാണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രോജക്റ്റ് സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഒന്ന് ലൈൻസ് ഓഫ് കോഡാണ്, സെക്കൻഡ് വണ് ഫങ്ഷൻ പോയിൻ്റ് മെട്രിക്കാണ്. ദെൻ എംപിരിക്കൽ സൈസ് എസ്റ്റിമേഷൻ ടെക്നിക്സ്. ഇനി സൈസ് എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കാണ് എംപിരിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സും ഹ്യൂറിസ്റ്റിക് എസ്റ്റിമേഷൻ ടെക്നിക്സും. അല്ലെ എംപിരിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്കിനെ രണ്ടായി തിരിച്ചിരിക്കുകയാണ്, എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ടെക്നിക് ആൻഡ് ഡെൽഫി എസ്റ്റിമേഷൻ ടെക്നിക്ക്. ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എക്സ്പേർട്ട് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറേ മൊഡ്യൂൾസ് ആക്കും. എന്നിട്ട് ആ മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ട് അവർ ഗസ് ചെയ്യും. ഇപ്പോൾ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് മൊഡ്യൂൾ ആവാം, ഡാറ്റാബേസ് മൊഡ്യൂൾ ആവാം, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ ആവാം, ബില്ലിംഗ് മൊഡ്യൂൾ ആവാം. സോഫ്റ്റ്വെയറിൽ കുറേ മൊഡ്യൂൾസ് ഉണ്ടാവുമല്ലോ.
ഈ ഓരോ മൊഡ്യൂൾസ് നോക്കിയിട്ട് ഇതിൽ ഇത്ര ലൈൻസ് ഓഫ് കോഡ് വരും എന്നുള്ളത് ഗസ് ചെയ്യാണ്. എക്സ്പേർട്ട് ഗസ് ചെയ്യാണ്. ജസ്റ്റ് എ ഗസ്സാണ് കേട്ടോ. ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് നടത്തുകയാണ്. ആ ഗസ്സിനെ ബേസ് ചെയ്തിട്ട് വെച്ചാൽ ആ ഗസ് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നത്, അവർ പ്രീവിയസ്ലി ഇതുപോലത്തെ പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഗസ് ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ ആ ഗസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അല്ലേ. ഒരാളിപ്പോൾ ഒരു മൊഡ്യൂൾ ഗസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് പറയുമ്പോൾ അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ അവിടെ എന്താണ്, തെറ്റാണല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ ബയാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിഫക്റ്റാണ്. ഗസ് ചെയ്യുന്നത് തെറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോജക്റ്റ് സൈസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് റോങ് ആയിരിക്കും. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ഗസ്സിനെ ബേസ് ചെയ്തിട്ട് പ്രോജക്റ്റ് സൈസ് പറയുന്നതാണ് എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ടെക്നിക്ക്. അപ്പോൾ എംപിരിക്കൽ സൈസ് എസ്റ്റിമേഷൻ ടെക്നിക്കിലെ ഫസ്റ്റ് വണ്ണാണ് എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ടെക്നിക്ക്. അതാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. എഡ്യൂക്കേറ്റഡ് ഗസ്സാണ് നടത്തുക. ദെൻ സെക്കൻഡ് വൺ ഡെൽഫി കോസ്റ്റ് എസ്റ്റിമേഷൻ ടെക്നിക്ക്. ഡെൽഫി എസ്റ്റിമേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ടീം ഓഫ് എക്സ്പേർട്ടും ഉണ്ടാവും, ഒരു കോർഡിനേറ്ററും ഉണ്ടാവും. എന്നിട്ട് ഈ ടീം ഓഫ് എക്സ്പേർട്ടാണ് ഇതിൻ്റെ ഈ ഗസ് അവർ ഇരുന്നിട്ടാണ് ഇതിലെത്ര ഓരോ മൊഡ്യൂളിൽ എത്ര ഇത് വരും, എത്ര നമ്പർ ഓഫ് ലൈൻസ്, സൈസ് എത്ര വരും, അതൊക്കെ മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് കോർഡിനേറ്റർക്ക് കൊടുക്കും. കോർഡിനേറ്റർ അത് നോട്ട് ഡൗൺ ചെയ്യും. നോട്ട് ഡൗൺ ചെയ്തിട്ട് കോർഡിനേറ്റർക്ക് സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇവർക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവരോട് വീണ്ടും അത് ഒന്നുകൂടെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയും. എസ്റ്റിമേറ്റ് ചെയ്ത് ഇവർ റീ എസ്റ്റിമേറ്റ് ചെയ്യും. വീണ്ടും കോർഡിനേറ്റർക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ യാതൊരുവിധ ഇൻട്രാക്ഷൻസും ഇല്ല. ഇൻഡിവിജ്വലി ആണ് ഒരേ പ്രോജക്റ്റ് ഈ എക്സ്പേർട്സ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുന്ന് ചെയ്യുക. അവർ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അവരെ വ്യൂസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഇൻഡിവിജ്വലി അവർക്ക് കിട്ടിയ റിസൾട്ടാണ് അവർ കോർഡിനേറ്റർക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എത്രയാണ് എംപിരിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സ്? 2 ടൈപ്പാണ്. എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ടെക്നിക്കും ഡെൽഫി കോസ്റ്റ് എസ്റ്റിമേഷൻ ടെക്നിക്കും. എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ഗസ് ആണ്, ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് എക്സ്പീരിയൻസ് ഫ്രം പ്രീവിയസ് പ്രോജക്ട്സ്. ദെൻ ഡെൽഫി കോസ്റ്റ് എസ്റ്റിമേഷൻ ടെക്നിക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എക്സ്പേർട്സും ഉണ്ടാവും, ഒരു കോർഡിനേറ്ററും ഉണ്ടാവും. എക്സ്പേർട്സ് ആണ് ഗസ് ചെയ്ത് നോക്കുക എത്ര ലൈൻസ് ഓഫ് കോഡ് വരുന്നുണ്ട്, എത്രയാണ് സൈസ് എന്നൊക്കെ മെഷർ ചെയ്യുക. എന്നിട്ട് കോർഡിനേറ്റർ അത് നോക്കി കൺഫേം ചെയ്യും. ഓക്കെ. ദെൻ ഹ്യൂറിസ്റ്റിക് എസ്റ്റിമേഷൻ ടെക്നിക്സ്. ഹ്യൂറിസ്റ്റിക് എസ്റ്റിമേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വേരിയബിൾ മോഡലും ഉണ്ട്, മൾട്ടി വേരിയബിൾ മോഡലും ഉണ്ട്. അപ്പോൾ അത് സിംഗിൾ വേരിയബിൾ മോഡൽ എന്ന് പറയുന്നത് പാരാമീറ്റർ, ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാരാമീറ്റർ ടു ബി എസ്റ്റിമേറ്റഡ് ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു എസ്റ്റിമേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻറ്റു D1. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, എഫേർട്ട്, സൈസ്, കോസ്റ്റ്, ഡ്യൂറേഷൻ. ഇതൊക്കെ പ്രോജക്റ്റിൻ്റെ പാരാമീറ്റേഴ്സാണ്. ഇതൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് പ്രോജക്റ്റിൻ്റെ സൈസ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പാരാമീറ്ററാണ്. സൈസ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന്, ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എഫേർട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അങ്ങനെ പറയുന്നതാണ് സിംഗിൾ വേരിയബിൾ മോഡൽ. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരെണ്ണേ ഉള്ളൂ. ഇനി മൾട്ടി വേരിയബിൾ മോഡലിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എസ്റ്റിമേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് പുതിയ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സിംഗിൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റിൻ്റെ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സിംഗിൾ വേരിയബിൾ മോഡൽ. ഇനി പ്രോജക്റ്റിൻ്റെ സൈസും അതുപോലെ ഡ്യൂറേഷനും കൊടുത്തിട്ട് എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ എന്താണ്, 2 പാരാമീറ്റേഴ്സാണ് കൊടുത്തത് അല്ലേ. ഒന്ന് പ്രോജക്റ്റിൻ്റെ സൈസും എഫേർട്ടും, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡ്യൂറേഷനാണ്. അപ്പോൾ അവിടെ 2 പാരാമീറ്ററാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തത്, ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്തത്. അതാണ് മൾട്ടി വേരിയബിൾ മോഡൽ. ഡിഫറൻസ് മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് സിംഗിൾ വേരിയബിൾ മോഡൽ, ഒന്ന് മൾട്ടി വേരിയബിൾ മോഡൽ. ഈ കൊക്കോമോ മോഡലാണ് നെക്സ്റ്റ് വൺ. കൊക്കോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡലാണ്. ഇത് പ്രൊപ്പോസ് ചെയ്തത് ബോയം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മെയിനായിട്ട് നമ്മളെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റിനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഓർഗാനിക്കിൽ വരും. സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസൊക്കെ സെമി ഡിറ്റാച്ച്ഡിലാണ് വരിക. എംബഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം എംബഡഡ് പ്രോഗ്രാംസൊക്കെ എംബഡഡിലാണ് വരിക. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയിലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകൾ പെടുക.
അപ്പോൾ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എഫേർട്ടും ടൈമും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ്. പ്രൊപ്പോസ് ചെയ്തത് ബോയമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് സയൻറ്റിഫിക് പ്രോഗ്രാംസ് ഒക്കെയാണ്. യൂട്ടിലിറ്റി പ്രോഗ്രാംസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കമ്പൈലേഴ്സ്, ലിങ്കേഴ്സ്, എഡിറ്റേഴ്സ് ഒക്കെയാണ്. ദെൻ സിസ്റ്റം പ്രോഗ്രാംസ് നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ റിയൽ ടൈം പ്രോഗ്രാംസ് ഒക്കെ സിസ്റ്റം പ്രോഗ്രാംസിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഈ 3 കാറ്റഗറിയിലാണ്: ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് വർക്കേഴ്സാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക. വർക്കിംഗ് ടു ഡെവലപ്പ് എ വെൽ അണ്ടർസ്റ്റുഡ് ആപ്ലിക്കേഷൻസ്. അവർക്ക് അങ്ങനെ ആ ടൈപ്പ് പ്രോജക്റ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ടീം കൺസിസ്റ്റ് ഓഫ് എ മിക്സ്ചർ ഓഫ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്. എക്സ്പീരിയൻസ് സ്റ്റാഫിൻ്റെ ഇൻഎക്സ്പീരിയൻസ് സ്റ്റാഫിൻ്റെ ഒരു മിക്സ്ചറാണ് എന്ത് സെമി ഡിറ്റാച്ച്ഡ് പ്രോജക്റ്റ്. അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഇല്ലാത്തവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഉള്ളവരത് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യും. ഓർഗാനിക്കിൽ അങ്ങനെയല്ല, ഉള്ളത് ഒരു ചെറിയ ഗ്രൂപ്പാണ്. അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അതേപോലത്തെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് അതിൽ വർക്ക് ചെയ്യുക. സെമി ഡിറ്റാച്ച്ഡ് അങ്ങനെയല്ല, എ മിക്സ്ചർ ഓഫ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് സ്റ്റാഫാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആണ്. കമ്പൈലർ, ലിങ്കർ, ലോഡർ ഒക്കെയാണ്. അങ്ങനത്തെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളാണ് സെമി ഡിറ്റാച്ച്ഡിൽ വരിക. എംബഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈസ് സ്ട്രോങ്ലി കപ്പിൾഡ് ടു കോംപ്ലെക്സ് ഹാർഡ്വെയർ ഓർ റിയൽ ടൈം സിസ്റ്റംസ്. സോഫ്റ്റ്വെയർ ഹാർഡ്വെയറുമായിട്ട് ഡീപ്പായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. റിയൽ ടൈം സിസ്റ്റംസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അതൊക്കെ എംബഡഡിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പാണ് നമ്മളെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്. ഈ 3 ടൈപ്പ് പ്രോജക്റ്റുകളാണ് ഡെവലപ്പ് ചെയ്യുക ഒരു ഓർഗനൈസേഷനിൽ. ചില ഓർഗനൈസേഷൻ ഓർഗാനിക് ആവും ഡെവലപ്പ് ചെയ്യുക, ചില ഓർഗനൈസേഷൻ സെമി ഡിറ്റാച്ച്ഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക, ചിലത് എംബഡഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത് നമ്മളിപ്പോൾ ബോയം പ്രപ്പോസ് ചെയ്ത കൊക്കോമോ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോജക്റ്റിൻ്റെ എഫേർട്ടും അതുപോലെ ഡ്യൂറേഷനുമാണ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോയമിൻ്റെ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്തത്. ഈ മെത്തേഡിൽ ചെയ്യുന്നത് എഫേർട്ട് കാൽക്കുലേഷൻ ആൻഡ് പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷനാണ്. അത് മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ KLOC, കിലോ ലൈൻസ് ഓഫ് കോഡ്. നമ്മൾ ലൈൻസ് ഓഫ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റിൻ്റെ സൈസ്. അപ്പോൾ പ്രോജക്റ്റിൻ്റെ സൈസിൽ നിന്നാണ് ഈ എഫേർട്ടും ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പേഴ്സൺ മന്ത്സ് അല്ലെങ്കിൽ പ്രോഗ്രാമർ മന്ത്സിലാണ്. പ്രോജക്റ്റ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മന്ത്സിലാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. 2 ഇക്വേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷനാണ് എഫേർട്ട് ഇസ് ഈക്വൽ ടു A1 ഇൻറ്റു KLOC ഇൻറ്റു A2. അതുപോലെ ടൈം ടു ഡെവലപ്പ് ദ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ടൈം ടു ഡെവലപ്പ് ദ പ്രോജക്റ്റ് TDEV ഇസ് ഈക്വൽ ടു B1 ഇൻറ്റു എഫേർട്ട് ഇൻറ്റു B2. അപ്പോൾ KLOC എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇസ് ദ എസ്റ്റിമേറ്റഡ് കിലോ ലൈൻസ് ഓഫ് സോഴ്സ് കോഡ്. എത്ര സൈസ് ഉണ്ട് പ്രോജക്റ്റിന്, എത്ര ലൈൻസ് ഓഫ് കോഡ് ആ പ്രോജക്റ്റിലുണ്ട് എന്നുള്ളതാണ് KLOC. ദെൻ A1, A2, B1, B2 എന്ന് പറയുന്നത് ഓരോ പ്രോജക്റ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓർഗാനിക്കിനാണെങ്കിൽ A1നും A2നും ഒരു വാല്യൂ ആയിരിക്കും, സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ വേറെ വാല്യൂ ആയിരിക്കും, അതുപോലെ എംബഡഡ് ആണെങ്കിൽ വേറെ വാല്യൂ ആയിരിക്കും. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഓരോ പ്രോജക്റ്റിനും ഓരോ ടൈപ്പ് വാല്യൂ. ദെൻ TDEV ഈസ് ദ എസ്റ്റിമേറ്റഡ് ടൈം. എത്ര ടൈം വേണം ഡെവലപ്പ് ചെയ്യാൻ, അതാണ് TDEV. എഫേർട്ട് എന്ന് പറഞ്ഞാൽ എത്ര എഫേർട്ടാണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്, അത് മെഷർ ചെയ്യുന്നത് പേഴ്സൺ മന്തിലാണ്. ടൈം ടു ഡെവലപ്പ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് മന്ത്സിലാണ്. എഫേർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പേഴ്സൺ മന്ത്സിലാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എഫേർട്ടിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഓർഗാനിക് ആണെങ്കിൽ ഇപ്പോൾ ഈ 2 ഇക്വേഷനും നമ്മൾ ഓർഗാനിക്കലി യൂസ് ചെയ്യും, സെമി ഡിറ്റാച്ച്ഡിൽ യൂസ് ചെയ്യും, എംബഡഡിൽ യൂസ് ചെയ്യും. അപ്പോൾ എംബഡഡിലാണോ ഓർഗാനിക്കിലാണോ മെഷർ ചെയ്യുന്നത് എന്താണ്? A1ൻ്റെ A2ൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ ഓർഗാനിക്കിലാണെന്നുണ്ടെങ്കിൽ എഫേർട്ടിൻ്റെ ഇക്വേഷൻ 2.4 ഇൻറ്റു KLOC ഇൻറ്റു 1.05 മന്ത്. സെമി ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ 3.0 ഇൻറ്റു KLOC ഇൻറ്റു 1.12 PM. എംബഡഡ് ആണെങ്കിൽ 3.6 ഇൻറ്റു KLOC ഇൻറ്റു 1.20 PM. അപ്പോൾ ഈ 3 എണ്ണത്തിലും എന്താണ്? A1ൻ്റെയും A2ൻ്റെയും വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് എഫേർട്ട് ഇസ് ഈക്വൽ ടു A1 ഇൻറ്റു KLOC ഇൻറ്റു A2 ആണ്. അപ്പോൾ A1ൻ്റെ A2ൻ്റെ വാല്യൂ ഓർഗാനിക് ആണെങ്കിൽ, സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിലും എംബഡഡ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അതുപോലെ
എസ്റ്റിമേഷൻ ടൈം എസ്റ്റിമേഷൻ്റെ ഇക്വേഷനിൽ സെയിം തന്നെയാണ്. ടി ഡേവ് ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എഫേർട്ടിൽ നിന്നാണ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ. 2.5 ഇൻറ്റു എഫേർട്ട് ഇൻറ്റു 0.38 മന്ത്സ്. സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ 2.5 ഇൻറ്റു എഫേർട്ട് ഇൻറ്റു 0.35 മന്ത്സ്. അതുപോലെ എംബഡഡ് ആണെങ്കിൽ 2.5 ഇൻറ്റു എഫേർട്ട് ഇൻറ്റു 0.32 മന്ത്സ്. അപ്പോൾ അത്രയാണ് നമ്മുടെ കൊക്കോമോ മോഡൽ. അപ്പോൾ കൊക്കോമോ മോഡൽ എന്തിനാണ് യൂസ് ചെയ്തത്? പ്രോജക്റ്റിൻ്റെ എഫേർട്ട് ആൻഡ് ഡ്യൂറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൊക്കോമോ മോഡൽ. കൊക്കോമോ മോഡൽ മെഷർ ചെയ്യുമ്പോൾ ഓരോ പ്രോജക്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടാണ് മെഷറിങ് ചെയ്യുക, അതിൻ്റെ എഫേർട്ടും ഡ്യൂറേഷനും. ഓർഗാനിക് പ്രോജക്റ്റ് ആണെങ്കിൽ അതിന് വേറെ വാല്യൂസ് ഉണ്ട്. സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ വാല്യൂസ് വേറെ ഇട്ട് കൊടുത്തിട്ടാണ് മെഷർ ചെയ്യുക. എംബഡഡ് ആണെങ്കിൽ വേറെ വാല്യൂ ഇട്ട് കൊടുത്തിട്ടാണ് മെഷർ ചെയ്യുക. അപ്പോൾ ഓരോന്നിനും ഇക്വേഷൻ പറയുന്നുണ്ട്. A1-ൻ്റെയും A2-ൻ്റെയും B1-ൻ്റെയും B2-ൻ്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് അത് ഓർഗാനിക് ആണോ സെമി ഡിറ്റാച്ച്ഡ് ആണോ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.